അതെ, പ്രണയത്തിൽ സംഘർഷമുണ്ട്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക്. അതാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഈ പടം ചെയ്തതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലി ഇപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തതിൽ. അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കേണ്ടിരുന്ന ഞാൻ ഒരു മുഴുനീള കഥാപാത്രം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. ചിലപ്പോൾ 1 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, 2 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, പക്ഷേ 5-6 പ്രാവശ്യം ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല. സഹതാപെങ്കിലും തോന്നിയിട്ട്. നല്ലൊരു ടീമാണ്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു. അവർ പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോയിൻ്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയില്ലേ? ഇതേപോലെയായിരുന്നു ക്യാരവനിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു. അപ്പോൾ പെട്ടെന്ന് മോയിൻ്റെ വോയിസ് കേട്ടു. ഞാൻ പറഞ്ഞത് ആരാണ്, ഭയങ്കര രസമുള്ള വോയിസ്, എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലേസറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. ആഷിഖ് അബു, ദ മാൻ ഹു നെവർ ഫിഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ്. ഞാൻ പറഞ്ഞപ്പോൾ അത്ര ഒത്തില്ല, പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയിസിൻ്റെ ഉടമയാണ് മോ. ആൻ്റണിയായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആൻ്റണി മാത്രമായിരുന്നു അങ്ങനെ 3-4 പേരിലും മിച്ചം ഉണ്ടായിരുന്നു. പക്ഷേ ആൻ്റണിയായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ്, ഫാമിലി ഇമോഷൻസ്, അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെൻറ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെൻറ്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്. ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ, അത് കുറേ കാലമായി ഒരു മണ്ടൻ വേഷം തന്നിട്ട്, അത് ഐ എം വെരി ഹാപ്പി. അപ്പോൾ എല്ലാവരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം. അല്ലെ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. അത്രേ ഉള്ളൂ. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത സാധനമെങ്കിലും പിടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് സെഞ്ചുറി മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ്, ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറേ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് എ ഫാമിലി എൻ്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ അവർ മോ ഇസ്മയിൽ. ഹി ഡൺ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദോ. അപ്പോൾ അദ്ദേഹം ഹി ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ. And I can assure you, he's going to make waves not just out of Kerala, but all the way out of India, regionally, globally, and internationally, because I will tell you something. Sir,
I have watched every fight movie since Bruce Lee since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that, and I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back. But thank you. Thank you very much. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആന്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി എൻ്റെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈം ഇല്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈം ഇല്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്കൊരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം. അത് ഇമോഷനുണ്ട്, ഫൈറ്റുണ്ട്, നല്ല ഒരു ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾ തിയേറ്ററിൽ കൊടുക്കുന്ന കാശ് കൃത്യമായിട്ടും മുതലാവുന്ന ഒരു സിനിമയായിരിക്കും. ആന്റണി വർഗീസിന്റെ എപ്പോഴത്തെയും പോലെ ഇടിപ്പടം എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടിപ്പടം തന്നെ ആയിരിക്കും. എന്നാൽ ഇതിൽ ഒരുപാട് ഇമോഷണൽ ഫാമിലി വാല്യൂസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ എന്നാണ് അവർ തന്നെയാണ് അവകാശപ്പെടുന്നത്. പിന്നെ അതേപോലെ അജു വർഗീസും സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു, ജിസ്കുക്കു, സൈജു കുറുപ്പ്, ലിജോ മോള്, മോ ഇസ്മയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്ഷ്യൻ ആക്ടറും പ്രൊഡ്യൂസറും കൂടെയുള്ള ഈ സിനിമയിൽ ദാവീദിൽ വില്ലൻ വേഷം ചെയ്യുന്നുള്ള അദ്ദേഹവും പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദീപു രാജീവ് റൈറ്റർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ അച്ചു ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സിനിമേൻ്റെ ഒരു പ്രണയദിനത്തിൽ എന്തുകൊണ്ടാണ് ദാവീദ് പോലുള്ള ഒരു ഇടിപ്പടം റിലീസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് രസകരമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു സംവിധായകൻ ഗോവിന്ദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രണയത്തിൽ എപ്പോഴും സംഘടനം ഉണ്ടാവുമല്ലോ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഈ പ്രസ് മീറ്റിൽ ആന്റണിയോടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എപ്പോഴും ആക്ഷൻ പടങ്ങൾ മാത്രം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ഷൻ പടങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല, പണ്ട് ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുമ്പോൾ ചോക്ലേറ്റ് നായകൻ വേഷങ്ങളാണ് കൂടുതൽ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന കഥാപാത്രങ്ങൾ കൂടുതലും ഇത്തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിന് ആന്റണി പെപ്പയ്ക്ക് ഒരുപാട് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ക്രൂ കംപ്ലീറ്റ് കണ്ടന്റിൽ അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രസ് മീറ്റിൽ സംസാരിച്ചത്.